എന്റെ ക്ലീറ്റോ, നിങ്ങൾ ഈ വീട് പൊളിക്കുവോ? നിങ്ങൾ കുറെ നേരം ഈ സാധനങ്ങൾ വലിച്ചു വാരി ഇടുന്നത് എന്താന്നേ? കുറെ നേരമായി തട്ടിമറിപ്പ്. എന്റെ പൊന്നു ക്ലീറ്റോ, വാ തുറന്നു പറ, ഞങ്ങളും കൂടെ ഒന്ന് നോക്കാം. ഈ വീട്ടിൽ ഒരു സാധനം വെച്ചെടുത്ത് കാണൂല. നിങ്ങൾ എന്താ വെച്ചെന്ന് വാ തുറന്ന് പറഞ്ഞാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടിയ കുറെ ട്രോഫി മൊമെന്റ് അല്ല ഞാൻ അവിടെ വെച്ച് എന്ത് ചെയ്ത്. മാമന്റെ ട്രോഫി എന്തോ പറയുന്നത്? ട്രോഫി സമ്മാനം കിട്ടൂല. ഓ, അതൊന്നും എന്റെ പൊന്ന് ക്ലീറ്റോ, അതൊന്ന് വാ തുറന്ന് പറഞ്ഞെങ്കിൽ അല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞല്ലോ, എവിടെയാണ്? അതല്ലേ നീല കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആക്രിക്കാരെ കൊടുത്തത്. അതാണ് വില നിനക്കറിയോ? അമ്മ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ നല്ല പ്രായത്തിൽ പല വേദിയിൽ പ്രസംഗിച്ചും പിന്നെ പല മത്സരങ്ങളിൽ പങ്കെടുത്ത് എനിക്ക് കിട്ടിയ സമ്മാനങ്ങളായിരുന്നു അത്. കോളേജിൽ പഠിച്ചപ്പോ നിങ്ങൾക്ക് എന്ത് ഉണ്ട കിട്ടിയെന്നാ? എനിക്ക് കിട്ടി, എനിക്കറിയാം. ആ കിട്ടി, മറ്റുള്ളവർക്ക് കിട്ടി. എന്റെ അമ്മയെ കോളേജിൽ പഠിച്ചപ്പോ ഇങ്ങോർക്ക് കിട്ടിയതൊന്നുമല്ല, ഞാൻ എന്റെ കണ്ണും കൊണ്ട് കണ്ടിട്ടുണ്ട്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. കോളേജിൽ പഠിക്കുമ്പോ ആൾക്കാർ ചില പിള്ളേര് സമ്മാനം മേടിക്കാൻ ഉണ്ടാവൂലല്ലോ, ചിലപ്പോ നേരത്തേക്ക് പോകും. അതെല്ലാം ക്ലീറ്റോ കയറി മേടിക്കും കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർക്ക് കൊടുക്കും. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ക്ലീറ്റോ ഇങ്ങനെ തിരുത്തും, പേരെഴുതി ഇങ്ങനെ തിരുത്തും. എന്റെ ആങ്ങളൊക്കെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ വീട്ടിൽ വളർന്നു തന്നെ ഞാൻ നിങ്ങൾ ചെയ്യണ കണ്ടിട്ടുണ്ട്. നീ കളിക്കരുത്. എന്റെ ക്ലീറ്റോ അത് ആക്രിക്കാർക്ക് കൊടുത്തു. അത് പൊടിയും പിടിച്ച് ക്ലാവും പിടിച്ച് ആ മൂലക്ക് എത്ര വർഷങ്ങളായി. അങ്ങനെ പല സാധനം ഈ വീട്ടിലുണ്ട്, നീ എടുത്ത് കൊടുക്കും ആക്രിക്കെല്ലാം. എല്ലാം ഇപ്പൊ ഷാഗോ പഴയ 2-3 ട്രോഫി കാണാനില്ലാന്ന് പറഞ്ഞു. എന്തിനാ നിങ്ങൾക്കത്? നിങ്ങൾക്ക് എന്തിനാ ട്രോഫി? എനിക്ക് ട്രോഫി പുഴുങ്ങി തിന്നാനടി. അപ്പൊ നിങ്ങൾ ട്രോഫിയാണോ പുഴുങ്ങി തിന്നുന്നത്? മതി. എന്തെങ്കിലും ഒരു നല്ല കാര്യം സമൂഹത്തിന് ചെയ്യാന്ന് വെച്ചാൽ ഇവളൊന്നും സമ്മതിക്കൂല. അമ്മ ഇപ്പൊ 10ാം ക്ലാസ്സിൽ പാസ്സായ പിള്ളേർക്ക് A+ കിട്ടിയ പിള്ളേർക്ക് അവർക്ക് ഒരു പ്രോത്സാഹന നിലയിൽ ഞങ്ങൾ പാർട്ടി സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടെ ഇരിക്കുകയല്ലേ, ഇതൊക്കെ ഇതെടുത്ത് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാന്ന്. അപ്പൊ അതിനടുത്തുള്ള ഒരു മിനിറ്റ് ഒന്ന് നോക്കി. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ പിള്ളേർക്ക് നിങ്ങളുടെ പഴയ ആദാമിന്റെ കാലത്തുള്ള ട്രോഫി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ പോണേ. അത് ഞാൻ കൊടുക്കുമ്പോ, ഞാൻ മനസ്സറിഞ്ഞ് കൊടുക്കുമ്പോ എനിക്ക് കിട്ടിയത് അങ്ങോട്ട് കൈമാറുമ്പോ പിള്ളേർക്ക് അത് സന്തോഷമാവും. തങ്കച്ചേട്ടത്തി കാര്യം മനസ്സിലായില്ലേ? മൊമന്റോ പുതിയത് മേടിക്കാനുള്ള ഫണ്ട് മറിച്ചു. ഫണ്ട് ഉണ്ട് അവിടെ, പാർട്ടിയില് ഫണ്ടില്ലാതിരിക്കുക. 10-500 പിള്ളേരുണ്ട് A+ വാങ്ങിച്ച, എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഉള്ളത് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഇരിക്കും. ഇതൊരു നല്ല കാര്യമാണ്, പുതിയ തലമുറയ്ക്ക് കൊടുക്കണം. അതിനകത്തും കള്ളത്തരം കാണിക്കല്ലേ. നീ നിന്റെ പണിയൊക്കെ നോക്കാം. നിന്റെ പെൺപുലി കാലത്തെ സംഘടന അല്ലേ ഇത്? ഞങ്ങൾ കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണേ. പെൺപുലിനെ പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ തല്ലി ചാവി. ഞാൻ പാട്ടിന് പോകണം. കഴുതപ്പുലി എല്ലാം കഴുതയുടെ മുകളിലിരിക്കണം. തന്നടി തന്നെ അതിന്റെ ഏറ്റവും മുതിർന്ന കോവർ കഴുതയാണ് നീ, പെൺപുലിയുടെ. ഓഹോ, നശിച്ചു. അയ്യോ, നശിച്ച് വേണം ഞങ്ങൾ പോട്ട്. ഓ, എവള് പറയാത്തേ ഇതേ ഉള്ളൂ. എന്തൊരു തോന്നിയ അവസരം കാണിച്ചേക്കണേ നോക്കണേ. ഒരു അവക്കതല്ലേ, അവക്ക് നല്ലത് ചീത്ത ഒരു വക അറിഞ്ഞൂടാ. എവളാണ് ഒരു പ്രസ്ഥാനത്തിൽ കയറി ഇരിക്കുന്നത്. അടിച്ച് തൊലക്കടി, നീ തൊലക്ക്. ഈ അടിക്കുന്ന ഓരോടെയും എനിക്കുള്ളതാണെന്ന് എനിക്കറിയാം. തൊലച്ചാ അധ്വാനിച്ച് കൊണ്ടുവരാത്തോടെ ഉണ്ടല്ലോ. എന്താടാ അവാർഡ് കൊടുക്കാൻ മൊമന്റോ വേണം, അത്രയല്ലേ വേണ്ടു. അതിന് നിന്റെ പൈസ ഉണ്ടോ? പൈസ അല്ല, പിന്നെ സെറ്റാക്കാം. അതറിയണ്ട, സാധനം കൊടുത്തിരിക്കും. ഉറപ്പാണ്? ഉറപ്പ്. വിശ്വസിക്കാമോ? ഞാനാ പറ്റും. അതാ പേടി.